1512/15 കോയ സത്യശീലൻ. കോയ, നിങ്ങളുടെ ഏത് കണ്ണിനാ കാഴ്ച പോയത്? എന്റെ ഈ അടുത്ത കണ്ണിനാണ് മാഡം. കാഴ്ച പോയിട്ട് എത്ര നാളായി? കാഴ്ച പോയി കഴിഞ്ഞ 29-ാം തീയതിയാണ് കാഴ്ച പോയത്. കഴിഞ്ഞ 29-ാം തീയതിയാന്ന് കൃത്യമായിട്ട് പറയാൻ എങ്ങനെ കഴിയണു? അത് 27-ാം തീയതി ആയിരുന്നു കണ്ണിന്റെ ഓപ്പറേഷന്. അപ്പോ 29-ാം തീയതിയാണ് അതിന്റെ കെട്ടഴിച്ചത്. അപ്പുറം മുതൽ എനിക്ക് കണ്ണ് കാണുന്നില്ല. എന്താ ഓപ്പറേഷൻ ആയിരുന്നു കണ്ണിന്? ഈ കണ്ണിന്റെ ചുറ്റുവട്ടത്തൊരു കറുത്ത നിറണ്ടായിരുന്നു മാഡം. അപ്പൊ അത് കളയാനായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ ആള് അതിന്റെ ഒപ്പം കണ്ണു കാഴ്ചയില്ല. ഈ കറുത്ത നിറം കളയാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോ എങ്ങനെയാ കാഴ്ച പോണത്? അത് ചിലപ്പോ കണ്ണിന്റെ ഇത് ചെയ്യുമ്പോ ചിലപ്പോ ഡോക്ടർ കത്രി കൊണ്ടെങ്ങാനും കുത്തിണ്ടാവും. അങ്ങനെ ചിലപ്പോ എന്തായാലും എന്റെ കണ്ണ് പോയില്ലേ മാഡം. ഇനിയിപ്പോ എത്ര 10-15 ലക്ഷം എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ 10-15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടുന്ന ആരാ പറഞ്ഞത്? പഠിച്ചോ തോന്നിപ്പിച്ചതാവും ചിലപ്പോ. ചാക്കാലപ്പറമ്പിൽ സുകുമാരൻ നായർ മകൻ സത്യശീലൻ. എന്താണ് നിങ്ങളുടെ പേര്? പേര് സത്യശീലൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. എന്തിൻ്റെ ഡോക്ടർ? എന്തിൻ്റെ ഡോക്ടർ? കണ്ണിൻ്റെ ഡോക്ടറാണ്. എൻ്റെ കക്ഷി കോയയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നത് ശരിയല്ലേ? നുണയാണ് മാഡം, എല്ലാം പച്ചക്കള്ളമാണ്. ഇയാൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലിനിക്കിൽ വന്നു. ഞാൻ അയാൾക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അയാൾ പറയുകയാണ് അയാളുടെ കണ്ണിൻ്റെ കാഴ്ച പോയെന്ന്. അയാളുടെ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് പാടയുണ്ടായിരുന്നു. കണ്ണ് ഇതാ ഈ ഭാഗത്തൊരു കറുപ്പ്. അത് ഓപ്പറേഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ഓപ്പറേഷൻ ചെയ്താൽ ഒരിക്കലും കാഴ്ച പോകില്ല. പക്ഷെ അയാൾ പറയുന്നത് അയാൾ കാഴ്ച പോയെന്നാണ്. എനിക്കെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നെയും എൻ്റെ സ്ഥാപനത്തെയും കരുതി കൂട്ടി തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത് പറഞ്ഞു നടക്കുന്നത്. നിങ്ങളെ തേജോവധം ചെയ്യാൻ ഈ കോയക്ക് നിങ്ങളുമായിട്ട് മുൻവൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ പിന്നെ എന്തിന് തേജോവധം ചെയ്യണം? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാഡം ഞാൻ കോംപ്രമൈസിന് ചെല്ലും. അപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാം. അതിനുള്ള തട്ടിപ്പാണ് അയാളുടെ ഇത്. ഡോക്ടർ സത്യശീലൻ, മിസ്റ്റർ കോയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ കാശ്? മാഡം, അയാൾ വലിയ കൈക്കൂലിക്കാരനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവ്? ഞാനൊരു സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ഉവ്വ്. കോഴിപ്പറമ്പത്ത് ദേവരാജൻ മകൻ സുഗതൻ. എന്താ നിങ്ങളുടെ പേര്? സുഗതൻ. മാഡം, ഇദ്ദേഹത്തിന് കണ്ണ് പോലും കാണാൻ കഴിയാത്ത ആളാണ്. ഇദ്ദേഹം നമ്മുടെ കേസിൽ എങ്ങനെ ദിക്സാക്ഷിയാകും? പ്യാരി വക്കീലേ, ആൾക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പറഞ്ഞോളൂ സുഗതൻ. മാഡം, ഞാൻ ബ്ലൈൻഡ് ഫെഡറേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ അസോസിയേഷന് സർക്കാർ കൊട്ടേഷൻ കൂടാതെ ഈ കോയസാറിന്റെ ഓഫീസിലത്തെ കസേരയൊക്കെ മടയാനുള്ള ജോലി ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾക്ക് തരാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കാശിന് വേണ്ടി കൈമാറിയ ആളാണ് കോയ. അത് സുഗതൻ എങ്ങനെ മനസ്സിലായി? സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉത്തരവ് ഞാനിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. പിന്നെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ പലപ്പോഴും കാശിന്റെ കാര്യം പറഞ്ഞ് സ്വകാര്യ വ്യക്തിയായിട്ട് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വിഷമം മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കണമെങ്കിൽ കാശിനല്ലാതെ പിന്നെ എന്തിനാവും മാഡം? ശരി, സുഗതൻ ഇറങ്ങിക്കോളൂ. ശരി.
more questions? നോ മാഡം. ഡോക്ടർ സത്യശീലൻ, യെസ് മാഡം. മിസ്റ്റർ കോയയ്ക്ക് പൂർണ്ണ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കൊടുത്ത റിപ്പോർട്ടല്ലേ ഇത്? യെസ് കറക്റ്റ് മാഡം. ഇത് സത്യമല്ലേ? അതെ അതെ സത്യമാണ്. ഡോക്ടർ സത്യശീലൻ ലഹരി ഉപയോഗിക്കോ? ഓ ഇല്ലയോ? ഓ അപ്പോ ഈ റിപ്പോർട്ട് എഴുതുമ്പോഴും നിങ്ങൾ ലഹരി ഉപയോഗിച്ചിരുന്നു അല്ലേ? ഓർമ്മയില്ല മാഡം. ഓർമ്മയില്ല. ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ലഹരിയിലായിരുന്നു എന്നർത്ഥം. മാഡം എനിക്ക് അതൊരു അബദ്ധം പറ്റിയതാണ്. ഈ കോയയുടെ കണ്ണിൻ്റെ കാഴ്ച വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടതാണെന്ന് കാണിക്കുന്ന ആ സ്കാനിങ് റിപ്പോർട്ടുണ്ട്. അത് ഞാൻ പിന്നീടാണ് കണ്ടത്. അത് തെളിവിന് വേണ്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മാഡം. മാഡം, പതിവായി അബദ്ധം പറ്റുന്ന ഈ ഡോക്ടർ എൻ്റെ കക്ഷിയുടെ കണ്ണ് മനഃപൂർവ്വം കുത്തിപ്പൊട്ടിച്ചതായിരിക്കും.